അങ്ങനെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും. നമ്മുടെ വീടിൻ്റെ എല്ലാം കൊണ്ടുപോയി അവിടെ നമ്മൾ വെച്ചു. ഇനിയിപ്പോൾ ഈ വീട് ഫുൾ ക്ലീൻ ചെയ്ത് കംപ്ലീറ്റ് ഒരു നെയിൽ പോലും ബാക്കി വെക്കാതല്ല, എംപ്റ്റി ചെയ്യണം. അപ്പോൾ നമ്മുടേതായിട്ടുള്ള ഒന്നും ഇനിയും ഇവിടെ വെക്കാൻ പാടില്ല. അതുകൊണ്ട് നമുക്കതെല്ലാം റിമൂവ് ചെയ്യണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈവൻ ഒരു പൊട്ടെങ്കിലും ഉണ്ടെങ്കിൽ അത് മുഴുവനും മാറ്റണം എന്ന് കരുതിയിട്ട് നമ്മൾ ഫുൾ ക്ലീൻ ചെയ്തു. ഇതെല്ലാം പ്രഷറിനാട്ടോ ചെയ്തത്. ഞാൻ വളരെ കുറച്ച് കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ വീടിന് 2 ഡോറാണ്. കയറി വരുന്നിടത്ത് ആ ഒരു മെയിൻ ബെഡ്റൂമിൻ്റെ ഡോറാണ് കേട്ടോ അത്. പിന്നെ ഇതാണ് ലാസ്റ്റ് കളയാൻ ഉള്ള കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. ഇത് നമ്മൾ ഇവരുടെ അടുത്ത് തന്നെ പറഞ്ഞിട്ടാണ് പോകുന്നത്. കാരണം നമുക്കിനി ഗാർബേജ് ഇടാൻ സ്ഥലമില്ല. അതുകൊണ്ട് അതെല്ലാം ഇവിടെ വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ മെയിൻ എൻട്രൻസ് ഇതാണ്. കയറുമ്പോൾ ഞാനിവിടെ കുറേ മിറേഴ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിവിടെ നിന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ വൃത്തികേടാവും. അതുകൊണ്ട് ഈ മിറേഴ്സ് നമ്മൾ ഇളക്കിയിട്ടില്ല. കുറച്ച് ബട്ടർഫ്ലൈസ് ഒക്കെ ഉള്ളത് മാക്സിമം ഇളക്കാൻ പറ്റുന്നൊക്കെ ഇളക്കി. ഭിത്തിയൊന്നും കേട് വരാത്ത പോലെ എല്ലാം ചെയ്തു. ഇത് കയറുമ്പോൾ തന്നെ ഉള്ള ആദ്യത്തെ ഒരു വാഷ്റൂമാണ്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ബെഡ്റൂമുണ്ട്. ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം. എല്ലാം നമുക്ക് തന്ന എങ്ങനെയാണോ അതേപോലെ തന്നെ എംപ്റ്റി ആക്കി കൊടുത്തിട്ടുണ്ട്. ഒന്നും നമ്മളവിടെ ലീവ് ചെയ്തിട്ടില്ല. എല്ലാം തന്നെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി വീട് മുഴുവൻ ഒന്ന് കാണാം. അപ്പോൾ ഇതാണ് ഹോൾവേ. ഇതിലേക്കൂടെ വരുമ്പോൾ നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് നമ്മുടെ ലിവിങ് റൂമൊക്കെയാണ്. ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. ഇതൊരു സ്റ്റോർ ഏരിയയാണ്. ഇവിടെ ഇതെല്ലാം നമ്മൾ എംപ്റ്റി ചെയ്ത് ഇവിടെയൊക്കെ നിറയെ സാധനങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോർ ഏരിയ. പിന്നെ ഇത് നമ്മുടെ ലിവിങ് റൂമാണ്. അവിടെ നമുക്കൊരു ബെഡ്റൂമുണ്ട്. അതിനാണ് പുറത്തോട്ട് വേറൊരു ഡോറും കൂടെ ഉള്ളത്. ലിവിങ് റൂമിൽ നിന്ന് ആ വിൻഡോയിലൂടെയുള്ള വ്യൂ ഒക്കെ നല്ല രസമായിരുന്നു. നമ്മളൊരു കൾഡേ സൈക്കിളാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മുടെ ടി വി കേട്ടോ. ടി വി നമ്മൾ എടുത്തെങ്കിലും അതിൻ്റെ ആ വോൾ ബ്രാക്കറ്റ് എന്തോ ഭിത്തിയിൽ വെക്കുന്ന അത് നമുക്ക് ഇളക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്ന് രാത്രിയിൽ മേഴ്സേൻ്റെയുടെ വീട്ടിൽ നിന്ന് എന്നിട്ട് നാളെ കാലത്ത് വന്നത് അഴിച്ചെടുത്തുകൊണ്ട് പോകണം. ഇതായിരുന്നു ഞങ്ങളുടെ ബെഡ്റൂം. നല്ല ബെഡ്റൂമൊക്കെ ആയിരുന്നു. ഇതിനകത്തും ഇതുപോലെ സ്റ്റോറേജും പിന്നെ ഒരു അറ്റാച്ച്ഡ് വാഷ്റൂം എല്ലാം നമ്മൾ ഭയങ്കരമായിട്ടും ഡീപ്പ് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വരുന്ന ആൾക്കാർക്ക് നേരെ താമസിക്കാം. അതേപോലെ എല്ലാം ഡീപ്പ് ക്ലീൻ ചെയ്തേക്കാണ്. അപ്പോൾ പിന്നെ ഇതിനകത്ത് 2 സ്റ്റോറേജ് ഉണ്ട് കേട്ടോ. അതിനകത്ത് നമ്മൾ ക്രിസ്മസ് ട്രീയും അതും ഇതൊക്കെയാണ് വെച്ചിരുന്നത്. പിന്നെ അവിടെ കണ്ട ഡോർ അപ്പുറത്തെ വീട്ടിലോട്ടുള്ളതാണേ. പിന്നെ ഇത് നമ്മുടെ കിച്ചൺ. പിന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് കാർത്തിമോൻ്റെ ബെഡ്റൂമായിരുന്നു. കിച്ചണൊക്കെ ഫുൾ എംപ്റ്റി ചെയ്തു. ഇതാണ് കാർത്തിമോൻ്റെ ബെഡ്റൂം. ഇവിടെയും ഫുൾ എല്ലാം എംപ്റ്റി ചെയ്തു. ഇനി നമുക്കൊന്നും ഇല്ല. ഇവിടെയും നമ്മൾ ഈ സ്റ്റോറേജ് ഫുൾ ഇവിടെ ഇല്ലായിരുന്നു. ഇത് പിന്നെ നമ്മൾ പറഞ്ഞ് ചെയ്യിച്ചാണ് കേട്ടോ. കാരണം നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഒരുപാടുള്ള കാരണം വെക്കണ്ടേ. അങ്ങനെ ആ കാണുന്ന ഡോറ് നമുക്ക് ലോണ്ട്രി ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പുറത്തോട്ട് ലോണ്ട്രി കോമൺ ആയിട്ട് ഉള്ളതായിരുന്നു. അവരും യൂസ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഫ്രിഡ്ജൊക്കെ നമ്മൾ ഫുൾ എംപ്റ്റി ചെയ്തു. ഫ്രിഡ്ജൊക്കെ എല്ലാം ക്ലീൻ ചെയ്തത് ഞാൻ തന്നെയാണ്. കാരണം എന്തെങ്കിലും ചെയ്യണമല്ലോ. ബാക്കിയൊക്കെ ഒരുവിധം ഒരു 90% പ്രശേട്ടൻ തന്നെ എല്ലാം ചെയ്തത്. പിന്നെ ഇതൊക്കെ ആകെ ഞാൻ ചെയ്ത കാര്യങ്ങൾ. പിന്നെ കുറച്ച് നേരം ചെയ്ത് കഴിയുമ്പോൾ നമുക്കങ്ങ് മടിയുടെ അല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ സെക്കൻഡ് സിസേറിയനൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ പിന്നെ അകത്തോടൊക്കെ നടന്ന് എല്ലാം ഒക്കെ ഒന്നുകൂടെ ഒന്ന് മേക്ക് ഷുവർ ചെയ്യണമല്ലോ. നമ്മൾ നാളെ പോവില്ലേ. ഇനിയിപ്പോൾ അവിടെ ഇരിക്കുന്ന ഗണപതിയുടെ കീ ചെയിൻ ഹോൾഡറിയാ അതൊന്ന് ഊരിയെടുക്കണം. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ എല്ലാവരും ഒക്കെ നോക്കി നമ്മൾ കതവും പൊട്ടി ഇറങ്ങി നേരെ ആൻറ്റിയുടെ അടുത്തോട്ട് വന്നു. ഇവിടെ വന്നപ്പോഴത്തേനും രാത്രി 11 മണിയൊക്കെ കഴിഞ്ഞു. ഒരാൾ നടക്കുന്ന കണ്ടില്ലേ, തീരെ വയ്യ, കാലൊന്നും മടങ്ങിയതാ. പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ. പിന്നെ ഞങ്ങൾ അവിടെ ഓൾട്ടാറിനൊക്കെ ആൻറ്റി തന്നു. അതും പുരട്ടി പിന്നെ ആഡ്വിലും ഒക്കെ എടുത്തിട്ടാണ് ഉറങ്ങിയത്. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ അത്താഴമൊന്നും കഴിച്ചിട്ടില്ല. ഞങ്ങളുടെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതൊക്കെ എവിടെയാണെന്നൊക്കെ ഇനി തപ്പണം. അതുകൊണ്ട് ഞങ്ങൾ 2 പേരും ഞാൻ ആൻറ്റിയുടെ ഒരു നൈറ്റി ഇട്ടു, പ്രശേട്ടൻ അങ്കിളിൻ്റെ ഡ്രസ്സ് ഇട്ടു. ഈ വീട് ഭയങ്കര രസമാണ് കേട്ടോ കാണാനായിട്ട്. ഇതിൻ്റെ താഴെ ബേസ്മെൻറ്റിൽ 2 ബെഡ്റൂമും വാഷ്റൂമും ഒക്കെ ഉണ്ട്. പിന്നെ വലിയ വീടാണ്. പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ ബെഡ്റൂംസ് ഇല്ല. അല്ലാതെ ലിവിങ് റൂമും കിച്ചണും ഓഫീസ് റൂമും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഉള്ളത്. ഡൈനിങ് റൂം അങ്ങനെയൊക്കെ. പിന്നെ മുകളിലത്തെ നിലയിലാണ് ബെഡ്റൂംസ് 3-4 ബെഡ്റൂംസ് മേളിലാണ് വരുന്നത്. അപ്പോൾ ജെയ്സൻ്റെ റൂമാണ് നമ്മളിന്ന് കിടക്കാൻ പോകുന്നത്. ഈ വീട് മുഴുവനും ഞാനൊന്ന് ഹോം ടൂർ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേങ്കിൽ എനിക്ക് സമയമൊന്നും കിട്ടിയില്ല അതിനൊന്നും. ഇത് ആൻറ്റിയുടെ അങ്കിളിലേക്ക് പഴയ ഫോട്ടോസാണ് കേട്ടോ. അതൊക്കെ ഞാനിങ്ങനെ നോക്കി വീഡിയോ ഒക്കെ എടുത്തു. അപ്പം ഞങ്ങൾക്ക് 2 പേർക്കും ഭാര്യയ്ക്കൊരു ടവല് ഭർത്താവിനൊരു ടവലെന്നൊക്കെ പറഞ്ഞ് ആൻറ്റി അങ്കിൾ ഞങ്ങൾക്ക് ഒരു ടവലൊക്കെ തന്നു. അപ്പോൾ പ്രശേട്ടൻ ആദ്യം കുളിക്കണം എന്ന് പറഞ്ഞു. പ്രശേട്ടൻ കുളിക്കാൻ കയറിയപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ നിന്ന് നാളത്തെ കാര്യങ്ങളൊക്കെ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ ഓർത്തിങ്ങനെ നിൽക്കുമായിരുന്നു. പിന്നെ ഞങ്ങളുടെ കുളിയൊക്കെ കഴിഞ്ഞു. ഞാൻ ആൻറ്റിയുടെ നൈറ്റിയും പ്രശേട്ടൻ അങ്കിളിൻ്റെ ഡ്രസ്സും ഒക്കെ ഇട്ടു. ആൻറ്റി പാവം രാത്രി ഫുഡ് കഴിക്കാതെ ഈ 11-12 മണി വരെ ഞങ്ങളെ നോക്കിയിരുന്നു. എന്നിട്ട് ആൻറ്റി ആണെങ്കിൽ ചോറും നാട്ടിലത്തെ ഫുഡാട്ടോ, കറികളും ഫ്രൂട്ട്സും ഒക്കെ എല്ലാം റെഡിയാക്കി വെച്ചേക്കുമായിരുന്നു. മീൻകറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, മോര് കറി, പിന്നെ തോരൻ, കുറേ കൂട്ടാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് സാരി സെറ്റ് ചെയ്യണം. കാറിൽ പോയി ഞാനെല്ലാം എടുത്തിട്ട് വന്നു. എവിടെയാണെന്ന് അറിയത്തില്ലായിരുന്നു. കുറേ തപ്പിയിട്ടാണ് കിട്ടിയത്.
അപ്പോൾ അങ്ങനെ സാരിയൊക്കെ രാത്രി തന്നെ ഉടുത്ത് വെച്ചില്ലെങ്കിൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞിട്ട് ആൻറ്റി പിന്നെ സാരി ഉടുക്കാനൊക്കെ എക്സ്പേർട്ട് ആയതുകൊണ്ട് പെട്ടെന്ന് നടന്നു. ഞാൻ തന്നെ ചെയ്യുമായിരുന്നു, ഇത് നടക്കത്തില്ല. ഇത് ഞാൻ കുറച്ച് ദിവസം മുന്നേ ചെയ്ത് വെക്കേണ്ടതായിരുന്നു, പക്ഷേ എന്തോ ചെയ്യാൻ പറ്റിയില്ല, ഞാൻ മറന്നുപോയി. അപ്പോൾ ആൻറ്റി ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിരുന്നു, ഇന്ന് ഉറങ്ങേണ്ട വരത്തില്ലായിരുന്നു, അതുപോലെ ആയിപ്പോയനെ. അപ്പോൾ ഗൈസ് രാവിലെ കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ.